പുതിയ സിനിമകളൊക്കെ ഇറങ്ങുന്നതും കേൾക്കാം, പിന്നീട് അതിൻ്റെ വിവരങ്ങളൊന്നും കേൾക്കാനുമില്ല. കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ സിനിമ ഇറങ്ങി, റിവ്യൂ ഒന്നും വലിയ ആളുകൾ ഏറ്റെടുത്തു എന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല റിവ്യൂസ് ഒക്കെ കണ്ടിട്ട്. പക്ഷേ ജിംഖാന എന്ന് പറയുന്ന ഒരു നസ്ലിൻ്റെ ഒരു സിനിമ ഇറങ്ങി, ആലപ്പുഴ ജിംഖാന. അത് ഭയങ്കര ഈ പുതിയ യുവതലമുറ കുറച്ചുകൂടി ആളുകൾ സിനിമാ മേഖലയെ സ്വീകരിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. എങ്ങനെ ഇപ്പോഴത്തെ സിനിമാ മേഖലയെ കാണുന്നു? തീർച്ചയായും ഇപ്പം ഈ കഴിഞ്ഞ ഒരു മാസത്തിനടുത്തായിട്ട് ഈ എമ്പുരാൻ്റെ ഒരു തരംഗം എന്ന് പറഞ്ഞാൽ അത് എമ്പുരാൻ്റെ തരംഗമല്ല, ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ തരംഗം. ഇപ്പം എമ്പുരാനൊന്നും തിയേറ്ററുകളിൽ ആളില്ല. പക്ഷേ എമ്പുരാൻ അവർ ഉണ്ടാക്കിയൊരു ഹൈപ്പ് ഭയങ്കരമാണ്. കാരണം ഈ ആൻ്റണി പെരുമ്പാവൂരിനും മോഹൻലാലിനും അതോടൊപ്പം തന്നെ പൃഥ്വിരാജിനെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു അവർക്ക് ഇത്രയധികം കോടി രൂപ ചിലവായൊരു സിനിമയാണ്. സ്വാഭാവികമായി അത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ ഒരു ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കുക, അതിന് വിവാദമാക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അത് റീസെൻസർ ചെയ്തിട്ടാണെങ്കിലും വിജയിപ്പിക്കുക എന്നുള്ളതാണ് തന്ത്രം. അതുമാത്രമല്ല, ഈ കുറേ ദിവസങ്ങൾക്ക് മുമ്പ്, ഈ സിനിമ ഇറങ്ങുന്നതിന് ഒരു മാസം മുമ്പ് മേനകാ സുരേഷ് കുമാർ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതായത് ഇതിൻ്റെ കണക്കുകൾ സംബന്ധിച്ച്, സിനിമ ഇത്രയധികം കണക്ക്, അതോടൊപ്പം തന്നെ ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ ഒരെണ്ണം മാത്രമേ വിജയിച്ചുള്ളൂ, എല്ലാം 100 കോടി, അതിൻ്റെ കണക്കുകളൊക്കെ പറഞ്ഞു. ഇങ്ങനെ പോയാൽ സിനിമാ മേഖല സ്തംഭിക്കുമെന്ന് അടക്കം പറഞ്ഞിരുന്നു. അന്നാണ് ഈ ആൻ്റണി പെരുമ്പാവൂർ ഒരു പോസ്റ്റ് ഇട്ടത്. ആൻ്റണി പെരുമ്പാവൂരിട്ട പോസ്റ്റല്ല, അത് മോഹൻലാലും പൃഥ്വിരാജും എഴുതി കൊടുത്താന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആ പോസ്റ്റിൽ നിശിതമായി ഇവരെയൊക്കെ വിമർശിച്ചുകൊണ്ടാണ് ഇട്ടത്. പക്ഷേ അതിനുശേഷം സുരേഷ് കുമാർ കൃത്യമായ നിലപാടെടുത്തു, സിനിമാ മേഖല സ്തംഭിപ്പിക്കും എന്ന രീതിയിലെടുത്തപ്പോൾ പിന്നീട് ഈ പോസ്റ്റും മുക്കി. അന്ന് ഈ പോസ്റ്റ് ഇട്ടപ്പം അണ്ണാ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ പൃഥ്വിരാജും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം അത് കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റ് പതുക്കെ മുക്കുകയും ചെയ്തു. അതിനുശേഷം മേനകാ സുരേഷ് കുമാറുമായിട്ടൊക്കെ എന്തോ മാപ്പ് പറഞ്ഞ് ധാരണയാക്കിയ ശേഷമാണ് ഈ സിനിമ ഇറങ്ങുക. കാരണം സിനിമ ഇറങ്ങുന്ന സമയത്ത് തിയേറ്റർ സമരമൊക്കെ വന്നു കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകും. അത് മാത്രമല്ല, ഇവരിപ്പോൾ 200 കോടിയായി 100 കോടിയായി എന്നൊക്കെ പറയുമ്പോൾ നിർമ്മാതാവിന് 25% കിട്ടുന്നുള്ളൂ. ബാക്കി മറ്റ് തിയേറ്റർ അതെ. അതിന് ശേഷം റെയ്ഡ് ഉണ്ടാകുന്നു. അതുപോലെ പൃഥ്വിരാജ് ഭയങ്കര നിലപാടുകൾ പറയുന്ന പൃഥ്വിരാജ് അവസാനം മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ച് ആ പോസ്റ്റ് എടുത്ത് പൃഥ്വിരാജിന് അത് ഷെയർ ചെയ്യേണ്ട സാഹചര്യം പോലും ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും മലയാള സിനിമ മേഖല കടുത്ത പ്രതിസന്ധിയിൽ തന്നെയാണ്. ലോട്ടറി എടുക്കുന്ന പോലെയാണ് സിനിമ നിർമ്മിക്കുന്നതെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ജസ്റ്റിൻ ജോസഫ് അടക്കം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് വിധേയപ്പെട്ട് നിൽക്കേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വൈഡ് റിലീസൊക്കെ കൊടുത്ത് ആദ്യം തന്നെ ടിക്കറ്റുകളെല്ലാം ഹൗസ്ഫുള്ളാക്കുകയും ഒക്കെ ചെയ്തും, പിന്നെ സാറ്റലൈറ്റ്, ഇപ്പോൾ മോഹൻലാൽ തന്നെ ഈ ബിഗ് ബോസ് കഴിഞ്ഞ 2024 ബിഗ് ബോസുമായിട്ടുള്ള കരാർ അവസാനിപ്പിച്ചു. ഇനി എനിക്ക് ബിഗ് ബോസ് അവതരിപ്പിക്കാൻ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതേ മോഹൻലാൽ ഇപ്പോൾ വീണ്ടും ബിഗ് ബോസുമായി കരാറിൽ ഏർപ്പെട്ടു. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ സിനിമ എടുക്കുന്ന ഏഷ്യാനെറ്റാണ്. ഏഷ്യാനെറ്റ് സ്വാഭാവികമായിട്ടും എടുക്കുമ്പോൾ ഒരു 10-35 കോടി രൂപയ്ക്കൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അതുപോലെ ഹോട്ട്സ്റ്റാറും ഏഷ്യാനെറ്റ് മുകേഷ് അംബാനിക്ക് കീഴിലുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ രണ്ടുപേരെ സൂചിപ്പിക്കണം. ഇവർക്ക് ഇപ്പോൾ ഏഷ്യാനെറ്റ് എടുക്കുകയും OTT പോവുകയും ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഈ പറഞ്ഞതുപോലെ ഒരു വലിയ തുക, ഒരു 100 കോടി രൂപയെങ്കിലും അത് രണ്ടിലൂടെയും ലഭ്യമാകും. അപ്പോൾ അതിനുവേണ്ടി മോഹൻലാൽ പറഞ്ഞ വാക്ക് പിൻവലിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും ബിഗ് ബോസിൽ പോകാൻ സമ്മതം അറിയിച്ചു. അതായത് OTT പോകണം, ഏഷ്യാനെറ്റിലും പോകണം ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിൽ സിനിമയിൽ വിധേയപ്പെട്ട് നിൽക്കേണ്ട അവസ്ഥയാണ്. അപ്പോഴാണ് ഈ ധന്യ പറഞ്ഞത് പ്രസക്തമാകുന്നത്. കാരണം വളരെ കൊച്ചുകുട്ടികളായിട്ടുള്ള അല്ലെങ്കിൽ യുവ സിനിമാക്കാർ എടുക്കുന്ന പല സിനിമകളും വലിയ വിജയം, പിന്നെ നസ്ലിൻ ആണ് അതിനകത്ത് കേന്ദ്ര കഥാപാത്രമാകുന്നത്. അത്തരത്തിലുള്ള സിനിമകൾ, അതോടെ ബേസിൽ ഉള്ള സിനിമകൾ, കഴിഞ്ഞ മാസമൊക്കെ ഇറങ്ങിയ പൊന്മാനൊക്കെ വലിയ വിജയം ഉണ്ടാക്കി. അതായത് കണ്ടൻ്റാണ് പ്രധാനം, അല്ലാതെ വലിയ ഹെലികോപ്റ്ററിൽ വന്നിട്ടോ അല്ലെങ്കിൽ വിമാനത്തിൽ വന്നിട്ട് ബോംബിട്ടിട്ടൊന്നും കാര്യമില്ല. ആൾക്കാർ കാണുമ്പോൾ അത് ഇഷ്ടപ്പെടണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ അതുകൊണ്ട് സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ചെറിയ സിനിമയാണെങ്കിലും കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ, നല്ല സബ്ജക്റ്റ് ആണെങ്കിൽ ആൾക്കാർ കണ്ടിരിക്കും. മറിച്ച് എന്തൊക്കെ ഇത് കൊണ്ടുവന്നാലും അത് ഒരു പബ്ലിസിറ്റി കിട്ടത്തില്ല. പിന്നെ അവർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിൽ OTT സാറ്റലൈറ്റിലൂടെയും ആദ്യത്തെ ഇനിഷ്യൽ കളക്ഷൻ, ഇപ്പോൾ മോഹൻലാലിനെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഫാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ വൈഡ് റിലീസ് കൊടുത്ത എല്ലാ തിയേറ്ററും ഹൗസ്ഫുള്ളാകുമ്പോൾ ഒരു നിശ്ചിത തുക പിരിഞ്ഞ് കിട്ടും. പിന്നെ ഈ OTT അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് റൈറ്റിലും ബാക്കി യൂട്യൂബ് അങ്ങനെയൊക്കെയുള്ള കിട്ടുന്ന വരുമാനത്തിലൂടെ ഒരു പരുവത്തിന് ഈ മുടക്കിയ തുക തിരിച്ച് കിട്ടുകയൊക്കെ ചെയ്യും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഈ മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങുന്നു, അതോടൊപ്പം ഇപ്പോൾ വിഷുവൊക്കെ വരികയാണ്. അപ്പം ഈ സിനിമകളൊക്കെ ഇനി അത് വെക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമകളൊക്കെ വിജയിക്കേണ്ടത് ആവശ്യമാണ്. സിനിമാ വ്യവസായം നശിച്ചു പോകാൻ പാടില്ല. സ്വാഭാവികമായും ഈ മെഗാസ്റ്റാറുകളടക്കമുള്ളവർ അവർ കുറച്ചുകൂടി കണ്ടൻറ്റ് ശ്രദ്ധിച്ച് പോകുന്നത് നല്ലതായിരിക്കും. കാരണം മമ്മൂട്ടി അക്കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. മമ്മൂട്ടി വളരെ നല്ല സിനിമകൾ
നോക്കി സെലക്ട് ചെയ്ത്. മമ്മൂട്ടി ഒരിക്കലും ഈ 100 കോടി ക്ലബിൻ്റെ ആളൊന്നും അല്ല. പക്ഷേ എന്നാൽ പോലും അത് പടങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ വലിയൊരു ഇത് ശ്രദ്ധിക്കുന്നുണ്ട് മമ്മൂട്ടി. ന്യൂജനൊപ്പം എത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ മോഹൻലാലൊക്കെ ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിയാ. കാരണം ഈ പ്രേമലു എന്നൊക്കെ പറയുന്ന സിനിമകളോ വലിയ വിജയം നേടിയ സിനിമകളാണ്. അതേപോലെ ബേസിൽ ജോസഫ് അഭിനയിക്കുന്ന സിനിമകള്, ടോവിനോയെ പോലുള്ള അവരൊക്കെ അഭിനയിക്കുന്ന സിനിമകള്, ഇപ്പൊ വെറുതെ ആണെങ്കിലും ധ്യാൻ ശ്രീനിവാസന്റെ സിനിമ OTT എങ്കിലും എടുക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ജയറാമിന്റെ കാലം കഴിഞ്ഞു, ദിലീപിന്റെ കാലം കഴിഞ്ഞു, സുരേഷ് ഗോപി ഏതെങ്കിലും 1-2 സിനിമകളിൽ കല കാണിച്ചാലായി. ഇവരുടെയൊക്കെ കാലം കഴിഞ്ഞു. ഇനി നമ്മളെ ഇവരെയൊക്കെ ഒരു അമ്മാവന്റെയോ ഒരു അപ്പൂപ്പന്റെയോ ഒരു അച്ഛന്റെയോ സ്ഥാനത്തേക്കൊക്കെ ഇനി പ്രായം ഇവർക്ക് മറയ്ക്കാൻ പറ്റും, പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മറയ്ക്കാൻ പറ്റില്ലല്ലോ. അവരുടെ പ്രായത്തിന് അതീതമായ റോളുകൾ അവർ ചെയ്തു കഴിഞ്ഞു. പിന്നെ അവർ ഒതുങ്ങി കൊടുക്കട്ടെ, പുതിയ പിള്ളേർ വരട്ടെ. പുതിയ പിള്ളേർ സിനിമ ഇൻഡസ്ട്രിയെ താങ്ങി നിർത്തുന്നുണ്ട് പോലെ. നസ്ലിനെ പോലെ മറ്റേ ബേസിൽ വേറൊരു കൊച്ചുണ്ടല്ലോ, ഒരു മറ്റേ ജാതിക്കാത്തോട്ടോ അങ്ങനെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ, മാത്യുവിനെ പോലെയൊക്കെ ഉള്ള പിള്ളേരൊക്കെ വന്നിട്ട് അവരുടെ സിനിമകളൊക്കെ തിയേറ്ററിൽ ഫുൾ ആളുണ്ട് കാണാനായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ കടന്നു വരുമ്പോൾ സിനിമ ഇൻഡസ്ട്രി മാറും. യുവതലമുറയും ഇപ്പോൾ എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ഒക്കെ സിനിമ ഇറങ്ങിയിട്ട് പിള്ളേർ കാണാൻ പോകുന്നത് ഈ ജിംഖാന പോലെയുള്ള സിനിമകളാണ്. കാരണം റിവ്യൂ വരുമ്പോൾ ആദ്യം റിവ്യൂ കേൾക്കുന്നു, ഇവരെ ഉണ്ടെങ്കിൽ ഇവരെ കുറേ പൊരുത്തി പറയുന്ന കുറേ ഡയലോഗുകൾ, ഇവർക്ക് മാസാവാൻ പറ്റുന്ന കുറേ സീനുകൾ. ഇപ്പോൾ ചുമ്മാ പോകുമ്പോഴും ഹെലികോപ്റ്ററിൽ കയറി പോകുന്നു, വരുമ്പോഴും ബാത്റൂമിൽ പോകാനും ഹെലികോപ്റ്ററിൽ ഇറങ്ങി വരുന്നു. അപ്പം ഇങ്ങനത്തെ കുറേ സീനുകൾ ഇതൊക്കെ കണ്ട ആളുകൾ മടുത്തു. ഇല്ലെങ്കിൽ ലൂസിഫറെ പോലെയൊക്കെ കണ്ണിമ ചുമ്മാതെ കാണാൻ പറ്റുന്ന അത്തരം സിനിമകൾ മോഹൻലാൽ അല്ലെ, ദൃശ്യം പോലെ, ലൂസിഫർ പോലെയൊക്കെ നേരെന്ന് പറഞ്ഞ സിനിമയുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ സിനിമകൾ. ആ ലെവലിലേക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്ന ശോഭനയായിട്ടൊരു സിനിമ തുടരും. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു തരുൺ മൂർത്തിയുടെ സൗദി വെള്ളക്കൊക്കെ ചെയ്ത തരുൺ മൂർത്തിയുടെ സിനിമയാണ്. ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു കുറച്ച് മോഹൻലാൽ ഒരു ടാക്സി ഡ്രൈവറായിട്ടാണ് അഭിനയിക്കുന്നത്. ഒരു സാധാരണക്കാരൻ്റെ വേഷമാണ് അത്. ആ തരത്തിലേക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ. അത് ഈ പറഞ്ഞ പോലെ വലിയ അധോലോകമൊന്നും കാണിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ അടുത്ത സമയത്ത് ഞാനിപ്പോൾ നാട്ടിൽ പോകാൻ വേണ്ടി ബസ്സിൽ കയറിയപ്പോൾ കണ്ടക്ടറും ഡ്രൈവറും കൂടി ഇരുന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം എമ്പുരാനെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്, എന്തിനാണ് ആവശ്യമില്ലാത്ത വിവാദങ്ങളൊക്കെ ഇവന്മാരുണ്ടാക്കിയത്, കൊടുത്ത പൈസ കിട്ടിയ പോലെ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അവർ പറയുന്നത് മോഹൻലാലൊക്കെ നമുക്ക് എന്ത് ഇഷ്ടപ്പെട്ട നടനായിരുന്നു. ഇപ്പോൾ മോഹൻലാലിനെ കാണുന്നത് തന്നെ നമുക്കൊരു താല്പര്യം ഇല്ലാത്ത പോലെയാണ്. പണ്ടത്തെ മോഹൻലാലിൻ്റെ സിനിമയൊക്കെ വരുമ്പോൾ ദൃശ്യമൊക്കെ എത്ര കണ്ടാലും അവരിരുന്ന് അപ്പോൾ പ്രേക്ഷകരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ നരസിംഹത്തിലെ ലാലേട്ടനെ, ആറാന്തപുരം ലാലേട്ടൻ, ദേവാസുരത്തിലെ ലാലേട്ടനെയൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല. അതൊക്കെ ഒരു സമയത്ത് ആ കാലമൊക്കെ മാറി. അതൊക്കെ ഒരു പുതിയ പിള്ളേർക്ക് കൊടുക്കുക. നമ്മൾ സാധാരണക്കാരന്റെ വേഷത്തിലേക്കൊക്കെ തിരിച്ചു വരിക, അത് കാണാനാണ് ജനം ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും യുവ സിനിമാക്കാർക്ക് അവർക്കും അവസരം വരണം, അവർക്ക് വളർന്നു വരണമല്ലോ. അല്ലാതെ ഇവർക്കിടയിൽ കിടന്ന് അവർക്ക് പാടില്ലല്ലോ. പിന്നെ മറ്റൊന്ന് ഇപ്പോൾ ഈ ഉണ്ണി മുകുന്ദനൊക്കെ അഭിനയിച്ച അത്തരത്തിലുള്ള ക്രൈം സിനിമകളൊന്നും അത് സമൂഹത്തിന് നല്ലൊരു സന്ദേശമല്ല, പ്രോത്സാഹിപ്പിക്കാനും പറ്റത്തില്ല. അത്തരത്തിലുള്ള സിനിമകൾ വേണ്ട. അതുപോലെ തന്നെ ആവേശം, ഫഹദ് ഫാസിൽ അഭിനയിച്ച ആവേശം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ഇതൊന്നും യുവതലമുറയെ നല്ല വഴിക്ക് നയിക്കുന്ന സിനിമകളല്ല. അതൊക്കെ 100 കോടി ക്ലബിൽ പെട്ട സിനിമകളാണ്. ഓഫീസറെന്ന് പറഞ്ഞൊരു സിനിമ കുഞ്ചാക്കോ ഇറങ്ങി, അത് അത്യാവശ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലഹരിയുടെ ഉപയോഗം എങ്ങനെയാണ് പിള്ളേരെ വഴിതെറ്റിക്കുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായി അതിൽ പറയുന്നുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഒരു ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ പിള്ളേരുടെ മൈൻഡ് മാറുന്നത്. അത്ര നല്ല സിനിമകൾ, അതും നല്ലതായിട്ട് ഓടിയ സിനിമയുണ്ട്. അതുകൊണ്ട് സിനിമകൾ ഈ പറഞ്ഞതുപോലെ സിനിമ നിലനിൽക്കണം, യുവതലമുറയ്ക്കും സിനിമാ രംഗത്തേക്ക് കടന്നു വരണം. കാരണം നസീറും സത്യനുമുള്ള സമയത്താണ്, അവർക്ക് ശേഷമാണ് ഈ മോഹൻലാലും മമ്മൂട്ടിയും വന്നത്. ഇനി അതുപോലെ 2 പേർ ഉയർന്നു വരേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ട് ഓരോ തലമുറയ്ക്കും അനുസരിച്ചുള്ള നടീനടന്മാർ എത്തണം, നല്ല സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്തണം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.